ബീഹാറിൽ 2 പതിറ്റാണ്ടിന്റെ നിതീഷ് യുഗത്തിന് അന്ത്യം കുറിച്ച് ബി.ജെ.പി നേതാവ് സാമ്രാട്ട് ചൗധരി പുതിയ മുഖ്യമന്ത്രിയാകും. ബീഹാർ ചരിത്രത്തിലെ ആദ്യ ബി.ജെ.പി മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരി നാളെ അധികാരമേൽക്കും. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ജനതാദൾ നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാർ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. പകരം 2 ജെ.ഡി.യു ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലം ബീഹാറിന്റെ പര്യായമായിരുന്നു നിതീഷ് കുമാർ. 2014 10 മാസക്കാലം മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറി നിന്നതൊഴിച്ചാൽ 2005 ഒക്ടോബർ മുതൽ ഇന്ന് ഉച്ചവരെ ബീഹാറിനെ നയിച്ചത് നിതീഷായിരുന്നു. ഗവർണർക്ക് രാജി സമർപ്പിച്ച ശേഷം വൈകാരിക കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച നിതീഷ് പുതിയ സർക്കാരിന് കീഴിൽ ബീഹാറിന്റെ ഭാവിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിതീഷിന്റെ രാജിക്ക് പിന്നാലെ കേന്ദ്ര നിരീക്ഷകനായ ശിവരാജ് സിംഗ് ചൌഹാന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ബി.ജെ.പി നിയമസഭാ കക്ഷിയോഗം സാമ്രാട്ട് ചൌധരിയെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. 2024 ജനുവരി മുതൽ ഉപമുഖ്യമന്ത്രിയായാണ് സാമ്രാട്ട് ചൌധരി. OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവെന്നതും സാമ്രാട്ട് ചൌധരി എന്ന പേരിലേക്ക് എത്തുന്നതിൽ നിർണായകമായി. ജെ.ഡി.യു നയിക്കുന്ന സഖ്യത്തിൽ പങ്കാളി മാത്രമായിരുന്ന ബി.ജെ.പി 2020-ലും 2025-ലും ജെ.ഡി.യുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് തന്നെ തുടരട്ടെ എന്ന നിലപാട് എടുക്കുകയായിരുന്നു. എന്നാൽ സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ സംസ്ഥാനത്തെ ആദ്യമായി ഒരു ബി.ജെ.പി മുഖ്യമന്ത്രി എന്ന ചരിത്രപരമായ മാറ്റമാണ് ബീഹാർ സാക്ഷ്യം വഹിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.